ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അർജുനെയും കൂട്ടി പ്രീതിയും ശാലിനിയും അകത്തേക്ക് കയറുകയാണ്. രാഘവൻ നായർ ചോദിക്കുകയാണ്, അർജുന് എന്തു പറ്റി? പ്രീതി പറയുകയാണ്, ആക്സിഡന്റ് ആയി അച്ഛാ. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, അതിന് ആക്സിഡന്റ് ആയതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാ? പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ സമയമെടുക്കുമച്ചാ. അതാ കണ്ടില്ലേ, ബോധം വന്നും പോയി നിൽക്കുകയാണ്. നമ്മുടെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ട് വരാമെന്നും ഏറ്റിട്ടുണ്ട്. രാഘവൻ നായർ സംശയം പറയുകയാണ്, മോളെ ഫാമയെങ്ങാനും ഇങ്ങോട്ട് കയറി വന്നാൽ ഞാൻ എന്റെ ബെഡ്റൂമിൽ കിടത്തിക്കോളാം അച്ഛാ. തൽക്കാലം അമ്മ അറിയരുത് പ്ലീസ് അച്ഛാ, പ്ലീസ് എന്ന് പറഞ്ഞ് കരയുകയാണ് പ്രീതി. സമ്മതം പറഞ്ഞ ശേഷം രാഘവൻ നായർ പറയുകയാണ്, സൂക്ഷിച്ചു കൊണ്ടുപോയി കിടത്ത്. അവർ മുകളിലേക്ക് പോയ ശേഷം രാഘവൻ നായർ കരുതുകയാണ്, ഈശ്വര ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഫാമയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങെത്തുകയും ചെയ്യും. അർജുനെ റൂമിൽ കൊണ്ടുപോയി കിടത്തുകയാണ് ശാലിനിയും പ്രീതിയും. അപ്പോഴേക്കും ഡോക്ടറും എത്തുകയാണ്. അകത്തേക്ക് വന്ന ഡോക്ടറോട് രാഘവൻ നായർ പറയുകയാണ്, ഗുഡ് മോർണിംഗ്, മോൾ അകത്തുണ്ട്, മുകളിലാണ്, മുറിയിലേക്ക് ചെല്ലൂ. മുകളിൽ വരൂ, പ്ലീസ് കമെന്ന് പ്രീതി പറയുമ്പോൾ അർജുനെ കണ്ട് ഡോക്ടർ ചോദിക്കുകയാണ്, അർജുനോ? ഇയാൾക്കിത് എന്തു പറ്റി? പ്രീതി പറയുകയാണ്, ബൈക്ക് ആക്സിഡന്റ് ആയതാണ്, ഞാനും കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. അർജുനേട്ടന്റെ തല പോയി കല്ലിൽ ഇടിച്ചെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ബോധം വന്നും പോയി നിൽക്കുകയാണ്. അർജുനെ പരിശോധിക്കുകയാണ് ഡോക്ടർ. അർജുന്റെ മുറിവൊക്കെ മരുന്ന് വെച്ച് കെട്ടിയതിനു ശേഷം ഡോക്ടർ പറയുകയാണ്, ഇതിപ്പോ വലിയ കുഴപ്പമൊന്നും ഇല്ല, കുറച്ചു നേരം കഴിയുമ്പോൾ എല്ലാം ശരിയായി ബോധം വന്നോളും. മുറിവൊന്നും കാര്യമായിട്ടുള്ളതല്ല, ഹീൽ ബി ഓൾ റൈറ്റ് സോൺ. ബോധം വരുമ്പോൾ ദാ ഈ മരുന്ന് കൊടുക്കണം എന്നും പറഞ്ഞ് എഴുതി കൊടുക്കുകയാണ് ഡോക്ടർ. പിന്നെ ഏറ്റവും പ്രധാനം, ഇയാൾക്ക് മിനിമം 24 hours ബെഡ് റെസ്റ്റ് വേണം. ഡോക്ടറുടെ ആ പറച്ചിൽ കേട്ട് ഒന്ന് ഭയപ്പെട്ട് പ്രീതി ശാലിനിയെ നോക്കുകയാണ്. ഡോക്ടർ പറയുകയാണ്, ഇവിടെ ഈ ബെഡിൽ നിന്ന് എങ്ങോട്ടും മാറ്റാൻ പാടില്ല. വുഡ് ബി ഹിയർ നെക്സ്റ്റ് 24 hours. പക്ഷെ അങ്കിൾ എന്ന് പ്രീതി പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, പ്രോബ്ലം എനിക്ക് മനസ്സിലായി, അവളുടെ അവസ്ഥയൊക്കെ എനിക്ക് നന്നായി അറിയാം. പക്ഷെ ഈ സമയത്ത് അർജുന്റെ തലച്ചോറിന് ഇളക്കം തട്ടിയാൽ അത് വലിയ ഡാമേജ് ഉണ്ടാക്കും, അതാണ് പ്രശ്നം. ശാലിനി പറയുകയാണ്, പ്രീതി എങ്ങനെയെങ്കിലും നീ ഇന്നൊന്ന് മാനേജ് ചെയ്യ പ്ലീസ്. നോക്കാം, താങ്ക്സ് എലോട്ട് ഡോക്ടർ എന്ന് പറയുകയാണ് പ്രീതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അന്നേരം പ്രീതി പറയുകയാണ്, ഇതിനുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല അങ്കിൾ. ഈ സമയത്ത് ദൈവമായാണ് അങ്കിൾ ഇവിടെ എത്തിയത്. എന്തായത്, ഞാൻ എന്റെ ജോലിയല്ലേ ചെയ്തത്. എന്തെങ്കിലും കുഴപ്പം തോന്നിയാൽ വിളിക്ക്, ഭർത്താവിനെ നന്നായി കെയർ ചെയ്യണം, കേട്ടല്ലോ. അപ്പൊ ശരിയെന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് ഡോക്ടർ. പ്രീതി പറയുകയാണ്, ശാലിനി ഞാൻ അങ്കിളിനെ വിട്ടിട്ട് വരാം, അർജുനേട്ടനെ നോക്കിക്കോളണേ. താഴേക്ക് വന്ന ഡോക്ടറോട് രാഘവൻ നായർ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ ശരിയായിക്കോളും. റെസ്റ്റ് എടുക്കണം, അത് നിർബന്ധമാണ്. അന്നേരം സത്യഭാമയുടെ വണ്ടി ഗേറ്റ് കടന്നു വരികയാണ്. അത് കണ്ട് ആകെ ഭയക്കുകയാണ് പ്രീതിയും രാഘവൻ നായരും. രാഘവൻ നായർ പറയുകയാണ്, ഡോക്ടർ ഫാമ ഒന്നും അറിയേണ്ട. ശരിയെന്ന് സമ്മതിക്കുകയാണ് ഡോക്ടർ. ഡോക്ടറെ കണ്ട് സത്യഭാമ ചോദിക്കുകയാണ്, എന്താ ഡോക്ടർ? ഏയ് ഒന്നുമില്ല. ഒന്നും മനസ്സിലാവാതെ സത്യഭാമ വീണ്ടും പ്രീതിയോട് ചോദിക്കുകയാണ്, എന്താ പ്രീതി, എന്താ ഡോക്ടർ ഇവിടെ? ആരും ഒന്നും പറയാതെ നിൽക്കുമ്പോൾ വീണ്ടും സത്യഭാമ ചോദിക്കുകയാണ്, എന്താ ആരും ഒന്നും പറയാത്തത്? രാഘവൻ നായർ പറയുകയാണ്, എന്നെ നോക്കാനാണ് ഡോക്ടർ വന്നത്. പരിഭ്രമിച്ച് രാഘവൻ നായരുടെ അടുത്തേക്ക് വന്ന് സത്യഭാമ ചോദിക്കുകയാണ്, രാഘവേട്ടനെ നോക്കാനോ? എന്തു പറ്റി രാഘവേട്ടന്? ചെറിയൊരു ശ്വാസം മുട്ടൽ, പ്രീതിയാണ് ഡോക്ടറെ വിളിച്ചത് എന്ന് സമ്മതിക്കുകയാണ് ഡോക്ടറും. ശ്രമം വിടാതെ സത്യഭാമ ചോദിക്കുകയാണ്, എന്നിട്ട് ഇപ്പോൾ ആശ്വാസമുണ്ടോ? രാഘവൻ നായർ പറയുകയാണ്, ടാബ്ലറ്റ് കഴിച്ചു, കുറവുണ്ട്, റെസ്റ്റ് എടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കരഞ്ഞുകൊണ്ട് സത്യഭാമ പറയുകയാണ്, ആണോ, താങ്ക് യു ഡോക്ടർ, സമയത്തിങ് എത്തിയല്ലോ. ഇറ്റ്സ് ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അതിനുശേഷം ഡോക്ടർ പോവുകയാണ്. മുകളിലേക്കൊക്കെ നോക്കി പ്രീതി ഭയക്കുകയാണ്, ഈശ്വര ശാലിനി ഇനി എങ്ങനെ പുറത്തു വിടുമോ എന്തോ. അതേസമയം റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ശാലിനി. വീണ്ടും സത്യഭാമ രാഘവൻ നായരോട് ചോദിക്കുകയാണ്, അതെ രാഘവേട്ടൻ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ? തീർച്ചയല്ലേ? പക്ഷേ മുകളിൽ നിന്ന് ശാലിനി സത്യഭാമയെ കണ്ട് ആകെ ഒന്ന് ഭയക്കുകയാണ്. രാഘവൻ നായർ പറയുകയാണ്, ഇല്ല ഭാമയെ, നല്ല ആശ്വാസമുണ്ട്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല. മുകളിൽ നിന്ന് ശാലിനി പറയുകയാണ്, ഈശ്വര സത്യഭാമ, അവരെന്നെ ഇവിടെ കണ്ടാൽ കുഴപ്പമാകും എന്നുള്ളത് ഉറപ്പാണ്. അർജുനേട്ടനുമായിട്ടുള്ള അടുപ്പം അവർക്കറിയാം, ഇനി പ്രീതിയെ ചോദ്യം ചെയ്താൽ എന്താവുമോ എന്തോ, എല്ലാം പൊളിയും, അർജുനേട്ടനെ അവർ കാണുമോ എന്തോ. സത്യഭാമ പറയുകയാണ്, ദൈവാനുഗ്രഹം, രാഘവേട്ടന് സുഖമില്ല എന്ന് കേട്ടപ്പോൾ എനിക്കെന്തോ BP കൂടിയതുപോലെ. ടാബ്ലറ്റ് ഞാൻ വാങ്ങിക്കാൻ ഏൽപ്പിച്ചിരുന്നതാണ്, വിഷ്ണുവിനെ ഞാൻ ഏൽപ്പിച്ചിരുന്നതാണ്. നീ കുറച്ച് വെള്ളം കുടിക്കാനെടുക്ക്, ഞാൻ അവന്റെ റൂമിൽ പോയി ഗുളിക വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. നേരം മുകളിലേക്ക് പോകാൻ തുടങ്ങിയ സത്യഭാമയെ തടുക്കുകയാണ് ശാലിനിയല്ല പ്രീതി. പ്രീതി പറയുകയാണ്, അല്ലമ്മേ, അമ്മ സ്റ്റെയർ കയറണ്ട, ഞാൻ പോയി എടുത്തുകൊണ്ടുവരാം.
എന്താ ഞാൻ കയറിയാല് നീ പോയി വെള്ളമെടുക്കാൻ നോക്ക്. അത്രയും പറഞ്ഞ് മുകളിലേക്ക് കയറുകയാണ് സത്യഭാമ. ആകെ ഭയന്ന് നിൽക്കുകയാണ് ശാലിനിയും പ്രീതിയും. ശാലിനിയെ നോക്കി പ്രീതി പറയുകയാണ്, ശാലിനി അമ്മ പോ. ശാലിനി ചോദിക്കുകയാണ്, എങ്ങോട്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒളിക്കാൻ നോക്കി ശാലിനി പക്ഷെ ചെന്നു കയറി കതകടയ്ക്കുന്നത് വിഷ്ണുവിന്റെ റൂമിലാണ്. പ്രീതി കരുതുകയാണ്, ഈശ്വര, ശാലിനി വിഷ്ണുവേട്ടന്റെ റൂമിലാണല്ലോ കയറിയത്, അമ്മയും അങ്ങോട്ടാണല്ലോ പോയത്. ശാലിനി അകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും സത്യഭാമ വന്ന് ഡോർ തുറക്കുകയാണ്. പെട്ടെന്ന് ശാലിനി ഒളിക്കുകയാണ്. അലമാരിയുടെ പിറകിൽ ഒളിക്കുകയാണ് ശാലിനി. തൊട്ടടുത്ത് തന്നെ ചുവരിൽ വിഷ്ണുവിന്റെയും പ്രീതിയുടെയും സത്യഭാമയുടെയും രാഘവൻ നായരുടെയും ഫോട്ടോ തൂക്കിയിട്ടിരിക്കുകയാണ്. മേശപ്പുറത്തിരുന്ന ഗുളികയും എടുത്ത് സത്യഭാമ റൂമിൽ നിന്നും ഇറങ്ങുകയാണ്. ശാലിനിയെ കാണുന്നില്ല, അർജുനെയും കാണുന്നില്ല. സത്യഭാമ ഇറങ്ങി വരുന്നത് കണ്ട് ആശ്വസിക്കുകയാണ് പ്രീതി. രാഘവൻ നായർ ചോദിക്കുകയാണ്, ടാബ്ലറ്റ് കിട്ടിയോ ഭാമേ? കിട്ടി, വിഷ്ണുവിന്റെ റൂമിൽ ഉണ്ടായിരുന്നോ? എന്നിട്ട് പ്രീതിയോട് ചോദിക്കുകയാണ്, നീ ഇതുവരെ വെള്ളമെടുത്തില്ലേ? 1 മിനിറ്റ് എന്ന് പറഞ്ഞു പോവുകയാണ് പ്രീതി. അതിനുശേഷം പ്രീതി വെള്ളവുമായി സത്യഭാമയുടെ റൂമിലേക്ക് പോവുകയാണ്. തിരികെ വന്ന പ്രീതിയെ മോളേന്ന് രാഘവൻ നായർ വിളിക്കുമ്പോൾ പ്രീതി പറയുകയാണ്, അച്ഛൻ പേടിക്കേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. അതേസമയം വിഷ്ണുവിന്റെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ശാലിനി. എന്നിട്ട് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് ശാലിനി. ശാലിനി ചോദിക്കുകയാണ്, അമ്മ എവിടെ? പ്രീതി പറയുകയാണ്, റൂമിലേക്ക് പോയി, പെട്ടെന്ന് പോന്നി. ആ ശരിയെന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് ശാലിനി. ഓടി പുറത്തേക്ക് ഇറങ്ങുകയാണ് ശാലിനി. അതേസമയം ബുള്ളറ്റിൽ അവിടെ എത്തുകയാണ് വിഷ്ണു. ബുള്ളറ്റിൽ നിന്നിറങ്ങിയ വിഷ്ണു ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറുമ്പോൾ ശാലിനി വീഴാൻ പോവുകയാണ്. പെട്ടെന്ന് ശാലിനിയെ പിടിച്ച് തെങ്ങിനോട് ചേർത്ത് നിർത്തുകയാണ് വിഷ്ണു. കുറച്ചു സമയം അവർ രണ്ടുപേരും കണ്ണുകളിൽ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് പരിസരം ഓർമ്മ വന്ന പോലെ ശാലിനി ചോദിക്കുകയാണ്, ഇയാളോ? ഇയാൾ എന്താ ഇവിടെ? പെട്ടെന്ന് വിഷ്ണു പറഞ്ഞൊപ്പിക്കുകയാണ്, ഇവിടത്തെ AC കേടാണെന്ന് പറഞ്ഞു, ഞാനത് ശരിയാക്കാൻ വന്നതാണ്. എന്നിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, അല്ല ഇയാൾ എന്താ ഇവിടെ? അതൊക്കെ പിന്നെ പറയാം, പോയിട്ട് ഇത്തിരി തിരക്കുണ്ടേ. ശരിയെന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കി നടക്കുകയാണ് ശാലിനി. വിഷ്ണു പറയുകയാണ്, എടോ പറഞ്ഞിട്ട് പോ. ശാലിനി പോകുന്നത് നോക്കി നിന്നുകൊണ്ട് വിഷ്ണു കരുതുകയാണ്, ഇവളെന്തിനാ ഇവിടെ വന്നത്? അതേസമയം മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന സത്യഭാമ പ്രീതിയോട് ചോദിക്കുകയാണ്, ആരാ ഇപ്പോ പുറത്തേക്ക് പോയത്? ആരും പോയില്ലല്ലോ ഭാമേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ആരോ പോയതുപോലെ എനിക്ക് തോന്നി. ഏയ് എന്ന് രാഘവൻ നായർ പറയുമ്പോൾ ഗ്ലാസ് പ്രീതിയുടെ കയ്യിലേൽപ്പിച്ച് തിരികെ പോവുകയാണ് സത്യഭാമ. അതേസമയം അകത്തേക്ക് കയറി വരികയാണ് വിഷ്ണു. വിഷ്ണു പറയുകയാണ്, അല്ല നിങ്ങളിതെന്താ ഇവിടെ കാവൽക്കാരെ പോലെ? ആ കുട്ടി എന്തിനാ ഇവിടെ വന്നത്? പ്രീതി പറയുകയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടി? വന്നേ, ആളെ കാണിച്ചു തരാം അച്ഛ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന്റെയും കൈ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുകയാണ് പ്രീതി. ഏയ് എന്തുവാടി, കാര്യം പറ എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. റൂം തുറന്ന് വിഷ്ണുവിനെയും കൂട്ടി അകത്തേക്ക് കയറുകയാണ് പ്രീതി. വിഷ്ണു പറയാണ്, ചുമ്മാ കളിക്കാതെ കാര്യം പറ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ വിഷ്ണു അർജുനെ കാണുകയാണ്. ആകെ പരിഭ്രമിച്ച് വിഷ്ണു ചോദിക്കുകയാണ്, എടി പ്രീതി, അർജുൻ എന്താ ഇവിടെ? എടി ഇതെങ്ങനെ എന്നൊക്കെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം കഥ കടച്ചിട്ട് പ്രീതി പറയുകയാണ്, ഞങ്ങൾ ഒന്നിച്ച് വരുന്ന വഴി ബൈക്ക് ആക്സിഡന്റ് ആയതാണ് വിഷ്ണുവേട്ടാ. ഇങ്ങോട്ടിങ്ങ് കൊണ്ടുവന്നു. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു, അതാണ് ബാൻഡേജ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഡോക്ടറാണ് പരിശോധിച്ചതും മുറിവ് ഡ്രസ് ചെയ്തതും. എന്റെ ദൈവമേ, അല്ല അമ്മ ഇത് കണ്ടില്ലേ? അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പ്രീതി പറയുമ്പോൾ ഒന്ന് ആശ്വസിക്കുകയാണ് വിഷ്ണു. അന്നേരം കണ്ണു തുറക്കുകയാണ് അർജുൻ. സന്തോഷത്തോടു കൂടി പ്രീതി പറയുകയാണ്, ഈശ്വര, അർജുനേട്ടന് ബോധം തെളിഞ്ഞു. അർജുനേട്ടാന്നും പറഞ്ഞ് അർജുന്റെ അടുത്തേക്ക് ഇരിക്കുകയാണ് പ്രീതി. എഴുന്നേൽക്കല്ലേ അർജുനേട്ട, 24 മണിക്കൂറും ബെഡ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ സമയത്തിനുള്ളിൽ തലച്ചോറിന് ഇളക്കം തട്ടുന്ന എന്തെങ്കിലും ഉണ്ടായാൽ കുഴപ്പമാണെന്നാണ് പറഞ്ഞത്. അതേസമയം റൂമിൽ നിന്നും ഒരു കവറുമായി വന്ന സത്യഭാമ രാഘവൻ നായരോട് പറയുകയാണ്, ഞാനിത് അവൾക്ക് കൊടുത്തിട്ട് വരാം. അത്രയും പറഞ്ഞ് മുകളിലേക്ക് കയറുകയാണ് സത്യഭാമ. എവിടെയാ ഞാൻ എന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ട്. പ്രീതി പറയുകയാണ്, ബെഡിൽ നിന്നും അനങ്ങാൻ പാടില്ല. അച്ഛനെല്ലാം അറിയാം, അമ്മയുടെ കാര്യം എങ്ങനെയെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാം, അതേ വഴിയുള്ളൂ ഇപ്പോൾ. അതേസമയം പ്രീതി എന്ന് വിളിച്ച് വാതിൽ മുട്ടുകയാണ് സത്യഭാമ. വിഷ്ണു പ്രീതിയോട് പറയുകയാണ്, ഞാൻ നോക്കാം, നിൽക്ക് എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുകയാണ്. വിഷ്ണുവിനെ കണ്ട് സത്യഭാമ ചോദിക്കുകയാണ്, ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? വാതിൽ പകുതി തുറന്നു നിൽക്കുകയാണ് വിഷ്ണു. പ്രീതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, പ്രീതി ദേ അമ്മ. അർജുനേട്ടാ മിണ്ടല്ലേ എന്ന് പറഞ്ഞ് പ്രീതിയും വാതിലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ അമ്മയെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ പ്രീതി വാതിലങ്ങ് അടയ്ക്കുകയാണ്. സത്യഭാമ ഒരു കവർ കൊടുത്തിട്ട് പറയുകയാണ്, ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇത് എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, നീ എന്താ അത് മറന്നോ? ഇന്നല്ലേ നിന്റെ വെഡിങ് ആനിവേഴ്സറി. മറന്നതല്ല, പക്ഷെ അമ്മ അത് ഓർക്കേണ്ടതൊന്നും മറക്കുന്ന ആളല്ല സത്യഭാമ. ഒപ്പം ഒറ്റയ്ക്കായി പോയതിന്റെ സങ്കടവും എനിക്ക് മനസ്സിലാകുന്നുണ്ട്.
സത്യം പറഞ്ഞാൽ എനിക്കുള്ള രണ്ട് സങ്കടങ്ങളിൽ ഒന്ന് നീയാണ്, രണ്ടാമത്തേത് രാഘവേട്ടനും. രണ്ടും വരുത്തി വെച്ചത് ഒരേ ആളാണ്, ആ വസുമതി തന്നെ. ചില ജീവിതങ്ങൾ അങ്ങനെയാണ്, തൊടുന്നതിലെല്ലാം വിഷം കലർത്തി നശിപ്പിക്കും. ഏതായാലും അവരുടെ മുൻപിൽ തലകുനിക്കാൻ വയ്യ നിന്റെ ഈ അമ്മയ്ക്ക്. പകരം നിന്നെപ്പറ്റി ചില പദ്ധതികളുണ്ട്. നിന്റെ അടുത്ത വിവാഹ വാർഷികത്തിന് മുൻപ് അത് നടന്നിരിക്കും. അത് വിശ്വസിക്കാം. അതിനുശേഷം സത്യഭാമ ചോദിക്കുകയാണ്, അല്ല നീ എന്താ ഇത് അകത്ത് കൊണ്ടുവയ്ക്കാത്തത്? ഇങ്ങതാ ഞാൻ തന്നെ അലമാരയിൽ കൊണ്ടുവയ്ക്കാം. പ്രീതിയുടെ കയ്യിൽ നിന്നും കവർ വാങ്ങി സത്യഭാമ ഡോർ തുറക്കുമ്പോഴേക്കും താഴെ നിന്ന് രാഘവൻ നായർ ഫാമേ ഫാമേ എന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് സത്യഭാമ താഴേക്ക് നോക്കി ചോദിക്കുകയാണ്, എന്താ രാഘവേട്ട, നീ ഒന്ന് വന്നേ എന്ന് വിക്കി വിക്കി പറയുകയാണ് രാഘവൻ നായർ. വല്ലാത്ത പരവേശം. കുറച്ച് വെള്ളം വേണമായിരുന്നു. ആകെ പരിഭ്രമിച്ച് സത്യഭാമ പറയുകയാണ്, ഈശ്വര ദാ വരുന്നു. വിഷ്ണുവിനോട് മാറിക്കെന്നും പറഞ്ഞ് ഓടി താഴേക്ക് ഇറങ്ങുകയാണ് സത്യഭാമ. കൂടെ വിഷ്ണുവും പ്രീതിയും വരുന്നുണ്ട്. താഴേക്ക് വന്ന സത്യഭാമ പറയുകയാണ്, ജയെ എവിടാ നീ? എന്താ രാഘവേട്ട കുടിക്കാൻ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ രാഘവേട്ടൻ പറയുകയാണ്, കുറച്ച് വെള്ളം വേണം. സത്യഭാമ വെള്ളം എടുക്കാൻ പോകുമ്പോഴേക്കും പ്രീതി രാഘവൻ നായരോട് പറയുകയാണ്, താങ്ക്സ് അച്ഛാ, ഇതൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല. അച്ഛൻ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു മോളെ, ഇപ്പോ രക്ഷപ്പെട്ടോ. പക്ഷേ ഇനി പിടിവീഴാതെ നീ നോക്കണം. അതേസമയം രാഘവൻ നായരുടെ കാൽ തൊട്ട് വന്നിക്കുകയാണ് പ്രീതി. പ്രീതിയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു രാഘവൻ നായർ. വെള്ളവുമായി വന്ന സത്യഭാമ ചോദിക്കുകയാണ്, ഇതെന്താ? പെട്ടെന്ന് വിഷ്ണു പറഞ്ഞൊപ്പിക്കുകയാണ്, അല്ലമ്മേ പ്രീതി അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കുകയായിരുന്നു. വിവാഹ വാർഷികം അല്ലേ? രാഘവൻ നായർ പറയുകയാണ്, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദൈവം മോളെ കാക്കട്ടെ. അതിനുശേഷം പ്രീതി സത്യഭാമയുടെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അമ്മയുടെ അനുഗ്രഹം മോൾക്കൊപ്പം എന്നും ഉണ്ടാകും. പക്ഷെ അവന്റെ അർജുന്റെ പേര് പോലും ഈ വീട്ടിൽ കേൾക്കാൻ പാടില്ല. അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് സത്യഭാമ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.